ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉഗാണ്ടയിലെ നമ്മുടെ ഫ്ലാറ്റിലാണുള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മുടെ പ്ലാന്റ്സിനെയെല്ലാം ഒന്ന് റീപോർട്ട് ചെയ്ത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫ്ലവറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെ പ്ലാന്റ്സിന് ഏറ്റവും സൂപ്പറാണെന്ന്. ഇത് നമ്മുടെ ബാൽക്കണിയാണ്. ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്ന ഇവിടെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഈ ബാൽക്കണിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ പ്ലാന്റ്സ് കുറച്ച് ഗ്രോ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് റീപോർട്ട് ചെയ്യാൻ പോവുകയാണേ. ഓൾറെഡി എനിക്ക് കുറച്ച് പോട്ടിംഗ് മിക്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്ലാന്റ്സ് ചിലത് മാത്രമാണ് ഇന്ന് റീപോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓൾഡ് പോട്ടിൽ നിന്ന് ഈ പ്ലാന്റ്സ് എല്ലാം പുറത്തെടുക്കണം. ഈ പ്ലാന്റിൻ്റെ റൂട്ടും സ്റ്റെമ്മും എല്ലാം ഹെൽത്തി ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം യെല്ലോ ലീവ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് കളയണം. ഇതിനിടയിൽ ചീരയുടെ 2-3 തൈകളും എനിക്ക് കിട്ടി. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ന്യൂ പോട്ടിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യണം. അതിനുശേഷം പ്ലാന്റ്സ് ഓരോന്നായി പോട്ടിലേക്ക് വെക്കണം. പ്ലാന്റ്സ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. നമുക്ക് ഇന്ന് കുറച്ചേറെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ടൗണിൽ പോകാഞ്ഞതുകൊണ്ട് പോട്ടൊക്കെ മേടിക്കാൻ വൈകി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഫ്രീ ആയതുകൊണ്ടും ഞാൻ നാട്ടിൽ പോകാനുള്ളത് കൊണ്ടും ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് ഓർത്തു. അതല്ല എങ്കിൽ ഞാൻ കുറച്ച് നാളെടുക്കും തിരികെ വരാനായിട്ട്. ആ സമയത്ത് ഈ പ്ലാന്റ്സ് എല്ലാം വളർന്നു കയറി എല്ലാം ചീത്തയായി പോകും. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചു. സാധാരണ നമ്മുടെ വീടുകളിൽ വയ്ക്കുന്ന സ്നേക്ക് പ്ലാന്റ്സ്, പാത്തോസ്, മണി പ്ലാന്റ്, പിന്നെ വേറെ കുറേ ചെടികളും ഉണ്ട്. റോസ് മെയിനായിട്ടും ഞാനിവിടെ സൂക്ഷിച്ച് വളർത്തുന്നത് നമ്മുടെ റോസ്മേരിയുടെ ഒരു പ്ലാന്റ് ആണ്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാനൊക്കെ ഞാൻ ആ ലീവ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം ഒന്നെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കണേ. ഈ പാത്തേഴ്സ് എനിക്ക് കുക്കു ഗിഫ്റ്റ് തന്നതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് ഈ വർക്കെല്ലാം ചെയ്യാൻ കാരണം ഫിയോണയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഫിയോണ ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ഞാനും കുക്കുവും കൂടെ ഈ കൂടി. ഫിയോണ നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. കുറച്ചധികമായിട്ട് പ്ലാന്റ്സൊക്കെ എങ്ങനെ പ്ലാന്റ് ചെയ്യണം, അതെവിടെ സെറ്റ് ചെയ്യണം, എങ്ങനെ വാട്ടറിങ് ചെയ്യണം, ഇതെല്ലാം ഫിയോണയ്ക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡെയിലി ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ കൂടുതൽ സമയവും പ്ലാന്റ്സ് നനയ്ക്കുന്നതും അത് കെയർ ചെയ്യുന്നതും ഒക്കെ ഫിയോണയാണ്. എനിക്കും പ്ലാന്റ്സ് വളരെ ഇഷ്ടമാണ്. നാട്ടിലായാലും എനിക്ക് ഒരുപാട് ചെടികളുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയൊക്കെ ആകുമെന്നോർത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പതിയെ ഞാൻ 1ഉം 2ഉമായി ഓരോന്നും വെച്ചു. അത് നല്ലതുപോലെ വളർന്നു വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് പ്ലാന്റ്സ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെയുള്ള നഴ്സറികളിൽ പോകുവാനും പ്ലാന്റ്സ് വാങ്ങുവാനും അത് സെറ്റ് ചെയ്യാനുള്ള പോട്ട് വാങ്ങുവാനൊക്കെ ഇച്ചായനും കുക്കും ഒക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത്രയും പ്ലാന്റ്സ് നമ്മുടെ ഈ ഫ്ലാറ്റിൽ എനിക്ക് വെക്കുവാൻ സാധിച്ചത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കുന്നുവോ അതുപോലെ തന്നെ വേണം നമ്മൾ നമ്മുടെ ചെടികളെയും പരിപാലിക്കാൻ. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ എങ്ങനെ പിച്ച നടത്തുന്നോ, അതിനെങ്ങനെ ഭക്ഷണം കൊടുക്കുന്നോ, ആ ഒരു സെയിം മൈൻഡോടെ വേണം നമ്മൾ ഈ ചെടികളൊക്കെ നോക്കി വളർത്താൻ. ഇതെല്ലാം പോട്ടിലാക്കിയതിന് ശേഷം ഞങ്ങൾ ഓരോന്നായി കൊണ്ടുവന്ന് നമ്മുടെ ബാൽക്കണിയിൽ വീണ്ടും സെറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുവാണേ. പുതിയ പോട്ടിലേക്ക് പ്ലാന്റ്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വാട്ടറിങ് ചെയ്ത് നോക്കണം. നന്നായിട്ട് വെള്ളം താഴേക്ക് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യം തന്നെ റീപോർട്ട് ചെയ്ത പ്ലാന്റ്സ് ആദ്യം തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്. പ്ലാന്റ്സിനുണ്ടാകുന്ന ഡ്രൈ ലീവ്സ് നമ്മൾ റെഗുലറായിട്ട് റിമൂവ് ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. ലവ് ആൻഡ് ടോക്ക് ടു യുവർ പ്ലാന്റ്സ് എന്നാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞു കുട്ടിയെ പരിപാലിക്കുന്നത് പോലെ ആയിരിക്കണം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്ലാന്റ്സിനെ നമ്മൾ പരിപാലിക്കുന്നത്. ഞാൻ ഓരോ പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യുമ്പോൾ കുക്കു ഓരോന്ന് എടുത്തുകൊണ്ട് വരികയാണ്. ആദ്യം ഞാൻ ഓർത്ത് 2-3 പ്ലാന്റ്സൊക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്ന്.
എന്നാൽ കുക്കു ചെന്ന് നോക്കിയിട്ട് ഓരോന്നും എടുത്തുകൊണ്ട് വന്ന് അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ കൊണ്ട് തരികയാണ്. അവസാനം എല്ലാം ഞാൻ ഏകദേശം റീപോർട്ട് ചെയ്ത് ഞാനും നോക്കിയപ്പോൾ പ്ലാൻസ് എല്ലാം കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു. എങ്കിലും വളരെ ക്ഷമയോടെ രാവിലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഫ്രഷ് മൈൻഡായിരുന്നു. അതുകൊണ്ട് എല്ലാം ക്ഷമയോടെ ഇരുന്ന് ഫുള്ള് ചെയ്ത് ബാൽക്കണിയിലൊക്കെ എല്ലാം നല്ല ഓർഡറായിട്ട് പ്ലാൻസ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റി. റീപോട്ടിംഗ് എന്ന് വെച്ചാൽ സത്യത്തിൽ പ്ലാന്റ്സിന് ഒരു സെക്കൻഡ് ലൈഫ് എന്ന് തന്നെ പറയാം. ഇതിൽ ചില പ്ലാന്റ്സൊക്കെ ഞാൻ കേരളത്തിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. ഡെയിലി നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ ഇങ്ങനെ ചെറിയൊരു ഗാർഡൻ നമ്മുടെ ഫ്ലാറ്റിലോ വീടുകളിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റിലാക്സ് ആവുന്ന എൻ്റെ ഈ ബാൽക്കണിയിൽ വന്നിരിക്കുമ്പോഴാണ്. എൻ്റെ ലൈവും എൻ്റെ എഡിറ്റിങ്ങും ഒക്കെ ഞാൻ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി കാണുന്ന ഈ ബാൽക്കണി ഇരുന്നാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇങ്ങനെ ചെറിയൊരു ഗാർഡൻ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ മറക്കരുതേ. അടുത്ത വ്ലോഗിൽ കാണുന്നത് വരേക്കും ബൈ.